ജനതയും അത് ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അവിടെ റെജിം ചേഞ്ച് ആണ് അവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനൊപ്പമാണ് ഇറാൻ ജനത എന്നൊക്കെ പറയുന്നത് ട്രംപിന്റെ വാദങ്ങളാണ്. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഒറ്റ കറക്ഷൻ. ട്രംപിന്റെ വാദമല്ല അത്. ആക്ച്വലി ഇറാൻ ജനത പുറത്തിറങ്ങി സ്ട്രൈക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഏകദേശം 30,000 ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടത് തന്നെ. അപ്പൊ അത് ട്രംപിന്റെ മാത്രം ആഗ്രഹമല്ല, ഇറാനിയൻ ജനതയും ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവായിരുന്നു അത്. ശരി, എന്തായാലും ഇറാനിയൻ ജനത അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവിടെ പ്രതിഷേധിച്ചു എന്നുള്ളത് സത്യമാണ്. അത് അമേരിക്ക അവിടെ യുദ്ധം ചെയ്യാനും സ്കൂൾ കുട്ടികളെ കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഇറാനിലെ ജനത പ്രക്ഷോഭം നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ഷിനാസ്, നോക്കൂ, 2000-ഓളം മരണം സംഭവിച്ചിരിക്കുന്നു ഇതിനോടകം ഇറാനിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമില്ല എന്ന് പറയുമ്പോൾ പോലും ക്യോമില് 6 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വലിയ ഒരാക്രമണം ഇന്നും ഇറാനിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇറാൻ തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേലിലേക്കും ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്കും മിസൈൽ വർഷിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പലതും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നത് ഗൾഫ് നേഷൻസ് അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? 15 സമാധാന നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ അതിന് പകരമായി 5 അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സമാധാന ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് മറുഭാഗത്ത് കരയുദ്ധത്തിനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് തോന്നുന്നു. ഈ സമ്മർദ്ദ തന്ത്രം വിജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ഭാഗത്ത് ചർച്ച നടത്തുക, ചർച്ച നടക്കുമ്പോൾ തന്നെ ആക്രമിക്കുക. അതായിരുന്നു നമ്മൾ 2025 ജൂണിലും കണ്ടത്. ഒമാനിൽ ചർച്ചയുടെ 6ാം വട്ട ചർച്ച എന്നുവെച്ചാൽ ഏറ്റവും അവസാനത്തെ ചർച്ച നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ജൂൺ 13 കയറി ആക്രമിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയും ആക്രമണത്തിൽ ഭാഗവാക്കായി. ഇതും ചർച്ച നടക്കവേ തന്നെയാണ് ഈ ഇക്കണോമിസ്റ്റിൽ 2-3 ദിവസം മുമ്പ് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഒരു 1-ാം തരം ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ഏതാണ്ട് ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ തരത്തിൽ ഒരു തീരുമാനം, സൊല്യൂഷൻ, പരിഹാരം ഉണ്ടാവുന്ന വക്കത്തെത്തിയപ്പോഴാണ് ഈ ഫെബ്രുവരി 28 ആക്രമിച്ചത്. അപ്പൊ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഒമാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. ഇറാന് അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാന് മുമ്പിലുള്ള ലോജിക്കൽ റാഷണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുക. അതിനിടയിൽ താവളങ്ങളല്ലാത്ത സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുക. അതല്ലാതെ ഇറാന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞത് ഒമാൻ പോലും ആക്രമിക്കപ്പെട്ടു. ഒമാനിൽ പോലും ഇറാന്റെ ആക്രമണം ഉണ്ടായ ഒമാനിലെ നിലവിലെ വിദേശകാര്യ മന്ത്രിയും ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച വിദേശകാര്യ മന്ത്രിയാണ് ഇക്കണോമിസ്റ്റിൽ എഴുതിയത്. ട്രംപ് വാസ്തവത്തിൽ വലിയൊരു മിസ്കാൽക്കുലേഷൻ, നെതന്യാഹുവിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞത് ചില്ലറ സാധാരണ അമേരിക്കക്കാരല്ല. അമേരിക്കയുടെ ഭീകര വിഭാഗ മേധാവിയായിരുന്ന അദ്ദേഹം രാജിവെച്ചു. ജോ കെന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജിവെച്ച് പറഞ്ഞത് ഇത് നെതന്യാഹു ട്രംപിൽ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ്, അത് അമേരിക്കയുടെ യുദ്ധമല്ല, നെതന്യാഹു ട്രംപിനെ കൊണ്ട് ചെയ്യിക്കുന്ന യുദ്ധമാണ്, അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ് ജോ കെന്റ് രാജിവെച്ചത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആ ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാന വക്താക്കളിൽ ഒരാളാണ് ടക്കർ കാൾസൺ ഈ യുദ്ധത്തെ തുടർന്ന് ട്രംപുമായി പിണങ്ങി. അപ്പം ഫെബ്രുവരി 28 ആ ഒരു ആക്രമണത്തോടെ ഇറാന്റെ പരമോന്നത നേതാവടക്കം 10-25 ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേതാക്കളും പ്രമുഖരും ഒക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്ക്, അതോടെ ഇറാൻ തീർന്നു. അതോടെ ഇറാൻ അടിയറവ് പറയും, ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾക്ക് വിധേയപ്പെടും എന്നായിരുന്നു ട്രംപും നെതന്യാഹുവും കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പം 28 ദിവസം കഴിഞ്ഞ് ഒരു മാസത്തിലേക്ക് അടുക്കുകയാണ്. ഇറാന്റെ ഈ 15 നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കൊല്ലവും ഈ 15 നിർദ്ദേശങ്ങളുടെ പലതും ഉണ്ടായിരുന്നു. ഈ കൊല്ലവും അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ്.
മാത്രമല്ല ഇറാൻ ഈ 5 നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയല്ലോ. ഈ 5 നിർദ്ദേശങ്ങൾ ഇറാൻ മുൻപ് നൽകിയ നിർദ്ദേശങ്ങളെക്കാൾ കടുപ്പമുള്ളതാണ്. അമേരിക്കക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഈ 15 നിർദ്ദേശങ്ങളാകട്ടെ ഇറാനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുക ഈ ഗ്ലോബൽ എനർജി ക്രൈസിസ് ഒന്നും അത്ര തീക്ഷ്ണമല്ല എന്ന പ്രതീതി സൃഷ്ടിക്കുക. അതേ സമയം തന്നെ മറീൻസിനെ കൊണ്ടുവരുന്നു. മറീൻസിനെ കൊണ്ടുവന്നാൽ പോലും ഒരു ലാർജ് സ്കെയിൽ, ഒരു ബൃഹത്തായ കരയുദ്ധത്തിന് 10,000 മറീൻസ് ഒന്നും പോരാ. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചില ഓപ്പറേഷൻ, ഇപ്പോൾ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. അതുപോലെ UAE-യുമായി തർക്കത്തിലുള്ള 1-2 ദ്വീപുകളുണ്ട്. അങ്ങനെ തന്ത്രപ്രധാനമായ ഹോമോസ് കടലിടുക്കിലെ ഈ കാർഗ് ദ്വീപ് അടക്കമുള്ള ദ്വീപുകൾ പിടിച്ചടക്കാം. കാർഗ് ദ്വീപ് എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് 10-25 കിലോമീറ്റർ അകലെയാണ്. അത് ഒന്നുകിൽ അതായത് വ്യോമ സംവിധാനങ്ങളുമായി പാരച്യൂട്ടിലൊക്കെ ഇറങ്ങി അങ്ങനെ പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ കുവൈത്തിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വരണം ഈ ഹോർമൂസ് കടലിൽ ഇടുക്കിലൂടെ 200-250 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് പിടിച്ചെടുക്കണം. അത് പക്ഷേ ഇറാന്റെ ആക്രമണ പരിധിയിലുള്ളതാണ്. അപ്പൊ ഇറാൻ ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ച മുതൽ ട്രംപ് പറയാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലവും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവായുധ ശേഷി സമ്പൂർണമായി ഞങ്ങൾ നിർമൂലനം ചെയ്തിരിക്കുന്നു. ആ ആണവായുധ ശേഷി നിർമൂലനം ചെയ്ത അമേരിക്ക തന്നെയാണ് വീണ്ടും അതിന്റെ ചില അവശിഷ്ടങ്ങൾ തുടച്ചു വൃത്തിയാക്കാൻ വീണ്ടും ആക്രമിച്ചത്. അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈൽ ശേഷി നിർമൂലനം ഗോൾ പോസ്റ്റുകൾ മാറ്റി. ഇപ്പോ ഈയിടെയായി പേർത്തും പറയുന്നത് ഇറാന്റെ 90% ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും അതിന്റെ വ്യാവസായിക ഉൽപാദന കേന്ദ്രങ്ങളും തകർത്തിരിക്കുന്നു. ഇറാന്റെ മറ്റ് സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാന് സമ്പൂർണമായി സൈനികമായി 90% വന്ധ്യംകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക, ഇസ്രായേൽ ഇപ്പോ നമ്മൾ ഏറ്റവും കഴിഞ്ഞ ആഴ്ച വരെ ടെൽ അവീവിലും അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നു. ഈ 90%-95% നശിപ്പിക്കപ്പെട്ട ഈ ആയുധങ്ങൾ ഉള്ള ഒരു രാജ്യം എങ്ങനെയാണ് പിന്നെ ടെൽ അവീവിനെ പോലുള്ള ഇസ്രായേലിലെ മർമ്മപ്രധാനമായ കേന്ദ്രമാണ് ഡിമോണ കേന്ദ്രത്തിന്റെ അടുത്ത് അവിടെ പോലും ആക്രമണം നടത്താൻ ഇറാൻ പറ്റുന്നു. അപ്പോ ട്രംപ് പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. കരയുദ്ധം എന്ന് പറഞ്ഞാൽ 2003 ഇറാഖിൽ നടത്തിയ പോലെയുള്ള കരയുദ്ധം ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട്, ഇമ്പോസിബിൾ ടു ഫിനിഷ്. ഇറാന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് വലിയൊരു ചതുപ്പിലേക്ക് അമേരിക്കയെ നയിക്കുകയും ശരി, എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അല്പ വ്യക്തത കുറവുണ്ട് താങ്കളുടെ ശബ്ദത്തിൽ. എന്തായാലും അത് വലിയ ഒരു അബദ്ധമായി മാറും എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പും അത് തന്നെയാണ്. വിനാശകരമായിരിക്കും അമേരിക്കയ്ക്ക് കരയുദ്ധം തുടങ്ങിയാൽ എന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.